നമ്മൾ പുതിയൊരു ടേം ഇൻ്റർനാഷണൽ ഫിനാൻസിൻ്റെ പുതിയ 2 ടേമുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യണേ. അതും കൂടെ പറഞ്ഞാൽ നമുക്ക് ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സിലബസിനകത്ത് ഇല്ലാത്തൊരു കാര്യമാണ്, മനസ്സിലായോ? പക്ഷേ ഭാവിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷനാണ്. ഇനി അതല്ലെങ്കിൽ പോലും ഭാവിയിൽ നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് കയറുവാണെങ്കിൽ പോലും ഈ പറയുന്ന കുറേ കാര്യങ്ങൾ എന്തായിട്ട് കയറി വരും, നമ്മുടെ കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കയറി വരും. അതിനിപ്പോൾ അക്കൗണ്ട് ഫീൽഡാണെങ്കിലും ശരി, ഇപ്പോൾ ഈവൻ ഇഫ് നമുക്കൊരു ഫിനാൻസ് പൊസിഷനിലോട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പോലും ഈ വക കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കയറി വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന എനിക്ക് ഇമ്പോർട്ടൻസ് ആണ് എന്ന് തോന്നുന്ന അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക്കും കൂടെ ഈ സിലബസിനകത്ത് ആഡ് ചെയ്തത് കേട്ടോ. സോ ഇത് പഠിക്കുന്നതുകൊണ്ട് ഒട്ടും ബെനിഫിറ്റ് ഇല്ല, അല്ലെങ്കിൽ ഇപ്രാവശ്യം പരീക്ഷ ജയിക്കാൻ, ഡിഗ്രിയുടെ എക്സാം ജയിക്കാൻ ഇത് വേണ്ട, അങ്ങനെയുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമുക്കിത് ആവശ്യമുള്ളതാണ്, പ്രാക്ടിക്കൽ സെൻസിനകത്ത് ആവശ്യമുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. അതായത് ബാങ്കിനകത്ത് കയറുമ്പം ബാങ്കിനകത്ത് അങ്ങനെ ഒരു എക്സ്ചേഞ്ച് റേറ്റ്സ് കോഡ്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് നിങ്ങൾ ഒരിക്കലും അത് ചിന്തിച്ചിട്ടില്ല. അത് എന്തിനാണ്, ആ സാധനം എന്തിനാണ്, അല്ലെങ്കിൽ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണ് ചോദിക്കുമ്പം നമ്മളെല്ലാവരും തർക്കിക്കുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ. നമ്മുടെ ആരും വിദേശത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സിംഗപ്പൂർ ഡോളേഴ്സ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് സിംഗപ്പൂർ ഡോളേഴ്സ് കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, കൊമേഴ്സ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയും കൂടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടെ നമുക്ക് മനസ്സിലാക്കിയേ പറ്റും. മനസ്സിലായോ? സോ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഡയറക്റ്റ് കോട്ട് എന്താണ്, ഇൻഡയറക്റ്റ് കോട്ട് എന്താണ്, പ്രൈസ് എന്താണ്, കമ്മോഡിറ്റി എന്താണ്, ബിഡ് എന്താണ്, ആസ്ക് എന്താണ്, സ്പ്രെഡ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണേ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ, കറൻസിക്ക് അപ്രീസിയേഷൻ സംഭവിക്കുന്നു അല്ലെങ്കിൽ കമ്മോഡിറ്റിക്ക് വില കൂടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു കുഞ്ഞ് എക്സാമ്പിളും കൂടെ പറയാവേ. ഡോളറിൻ്റെ വില കൂടി എന്നാണ് പറയാറ്. ഓക്കെ, സോ അവിടെ ഡോളറിൻ്റെ വില കൂടി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ പറയണേ, എപ്പോഴും അങ്ങനെയാണ് പറയണേ. അതായത് ഇന്നലെ ഡോളറിന് 70 രൂപയായിരുന്നു, ഇന്ന് ഡോളറിന് 72 രൂപയായി. സോ ഡോളറിന് വില കൂടി എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യണേ. ഇവിടെ നമ്മൾ ആലോചിക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് മീൻസ് കമ്മോഡിറ്റിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് പ്രൈസ് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കണേ, കുറഞ്ഞുകൊണ്ടിരിക്കണേ അല്ലേ. രൂപയ്ക്ക് മൂല്യം കുറഞ്ഞു എന്നാണ് പറയണേ. അതായത് ഒരു ഡോളറിന് 70 എന്നുള്ളത് 72 രൂപയായപ്പം രൂപയുടെ മൂല്യം വല്ലാതെ അങ്ങ് കുറഞ്ഞു എന്നാണ് നമ്മളോട് പറയണേ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് പേപ്പറിൽ വായിക്കണേ അല്ലേ. ദാറ്റ് മീൻസ് എപ്പോഴും ഒരു ബേസ് കറൻസിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മുടെ കറൻസി അപ്രീസിയേറ്റ് ചെയ്തു, നമ്മുടെ കറൻസി ഡിപ്രീസിയേറ്റ് ചെയ്തു എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണേ. ഡോളറിന് 70 രൂപ എന്ന് പറയുന്നത് 72 രൂപയായി, അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പലരും. ഡോളറിന് 72 രൂപയായി ആയിക്കോട്ടെ, ഡോളറിന് 70, 72, 80, 85 രൂപ ആയിക്കോട്ടെ, അതിന് നമുക്ക് തന്നെ. പക്ഷേ ഇവിടെ ഈ കറൻസി കോഡ്സ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ എലമെൻ്റ് എന്താണ്, അതിൻ്റെ ടേം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പറയട്ടെ, നോക്കാം. അതായത് ബിഡും ആസ്കും നിങ്ങൾ എങ്ങനെയാണോ മെൻഷൻ ചെയ്തത് അതേപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ടേമിനെയും കൂടെ മെൻഷൻ ചെയ്യാൻ പറ്റും. ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. നോക്കാം. റുപ്പി ബൈ ഡോളർ 72 അല്ലേ. ഇവിടെ നമ്മൾ 70നെ നമ്മൾ ബിഡ് എന്നും പറഞ്ഞു, 72നെ നമ്മൾ ആസ്ക് എന്നും പറഞ്ഞു. ഈ പറയുന്ന 2 രൂപയുടെ ഡിഫറൻസിനെ നമ്മൾ എന്തായിട്ടും ട്രീറ്റ് ചെയ്തു, സ്പ്രെഡായിട്ടും ട്രീറ്റ് ചെയ്തു. ഈ പറയുന്ന 2 രൂപ ഡിഫറൻസിനെ നമ്മൾ സ്പ്രെഡായിട്ടും ട്രീറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഏതിനെയും കുറിച്ച് മെൻഷൻ ചെയ്യാൻ പോണേ. അതായത് ഈ എഴുതി വച്ചിരിക്കുന്ന 70യെ നമുക്ക് സ്പോട്ട് റേറ്റ് എന്നും 72നെ നമുക്ക് ഫോർവേഡ് റേറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ റേറ്റ് എന്നും പറയാം. മനസ്സിലായി? ഇവിടെ ഒരു ടൈം ഗ്യാപ്പും കൂടെ നമുക്ക് മെൻഷൻ ചെയ്യേണ്ടി വരുമെന്ന് മാത്രം. സപ്പോസ് 1 മന്ത്. അതായത് ഈ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ഇപ്പോൾ ഒരു സപ്പോസ് നമുക്ക് ചുമ്മാ ഒരു ഡേറ്റും കൂടെ മെൻഷൻ ചെയ്യാം. 1/1/2020 ജനുവരി 1-ാം തീയതി $1 എത്ര രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും? 70 രൂപ കൊടുക്കേണ്ടി വരും. ഇത് ഒരു മാസം കഴിയുമ്പം 31/1/2020 ആകുമ്പോൾ 31/1/2020 ആകുമ്പം ഇതിൻ്റെ വാല്യൂ 72 രൂപയായി. മനസ്സിലായി? ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സ്പോട്ട് റേറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ജനുവരി 1-നാണ് ഇപ്പോൾ നിൽക്കണേ. സോ നോക്കിയേ, അവിടെ ബിഡും ആസ്കും എങ്ങനെയാണോ നിങ്ങൾ മെൻഷൻ ചെയ്തത് അതേപോലെ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ പറയണേ. ദാറ്റ് മീൻസ് ആദ്യത്തെ ബിഡിന് പകരം അത് സ്പോട്ട് വാല്യൂ ആയി, രണ്ടാമത്തെ ഫോർവേഡ് റേറ്റും ആയി.
മനസ്സിലായോ? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ബിഡിനേക്കാൾ വലുതായിരിക്കും എപ്പോഴും ആസ്ക്. പക്ഷേ ഇവിടെ അങ്ങനെ വേണമെന്ന് നിർബന്ധം പിടിക്കരുത്. മനസ്സിലായോ? ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് അത് മാത്രമാണ്. ബിഡിനേക്കാൾ വലുതായിരിക്കും എപ്പോഴും, ബിഡിനേക്കാൾ വലുതായിരിക്കും ആസ്ക്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എന്തല്ല കാരണം ഫോർവേഡിൽ ഇത് കൂടുകയോ കുറയോ ചെയ്യാം. ഇപ്പോഴത്തേനേക്കാൾ ഡോളറിന് വാല്യൂ കൂടുമെന്ന് അല്ലെങ്കിൽ ഉറപ്പാക്കരുത്. പെട്ടെന്ന് രൂപയ്ക്ക് മൂല്യമൊക്കെ കൂടാം, ഡോളറിൻ്റെ വാല്യൂ ഒക്കെ കുറയും, കാര്യങ്ങളൊക്കെ ചെയ്യാം. മനസ്സിലായോ? നോക്കി, ഒരു ടേമും കൂടെ ഇവിടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യുന്നത്, അവിടെ സ്പ്രെഡാണ് പറയുന്നതെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസിനെ നമുക്ക് സ്വാപ്പ് എന്ന് പറയാം. ഓക്കെ, ദാറ്റ് മീൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിഡ് ആൻഡ് ആസ്ക് ഈസ് കോൾഡ് spread, but here the difference between the spot rate and future rate of a currency is called swap. മനസ്സിലായി? താൽക്കാലികമായിട്ട് സ്വാപ്പ് എന്നോ ചില കേസുകളിൽ നമുക്ക് സ്വാപ്പ് പോയിന്റ്സ് എന്നൊക്കെയാണ് പറയാറ്. സോ ഇവിടെ അപ്രീസിയേഷൻ ആൻഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ലെവൽ കയറി വരുന്ന നേരത്ത് നമ്മൾ തീർച്ചയായിട്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എത്ര ശതമാനമാണ് നമുക്ക് അപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുന്നത്, ഒരു കറൻസിക്ക് എത്ര ശതമാനമാണ് അപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിക്ക് എപ്പോഴാണ് അല്ലെങ്കിൽ എത്രയാണ് ഡിപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുന്നത്, അപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുന്നത്. ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മെൻഷൻ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ചെയ്ത കാര്യം മനസ്സിലായി? സോ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിലോട്ട് എത്തുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടെ മെൻഷൻ ചെയ്യണം. അതായത് ഒരു കോട്ട്സ് കണ്ടിട്ട് പ്രൈസ് ആണോ കമ്മോഡിറ്റി ആണോ അപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുന്നത്, ഡിപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. എങ്ങനെയാ? ഒരു കോട്ട് കണ്ടിട്ട്, ഒരു കറൻസി കോട്ട്സ് കണ്ടിട്ട് അതിനകത്ത് ഏതിനാണ് അപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏതിനകത്താണ് ഡിപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം. ഈ പറഞ്ഞ എക്സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. റുപ്പി ബൈ ഡോളർ 70, 72 1 month. അതായത് ഇപ്പോൾ ഒരു ഡോളറിന് 70 രൂപയാണ്. ഒരു മാസം കഴിയുമ്പം ഒരു ഡോളറിന് എത്ര രൂപ വരും? 72 രൂപ വരും. ആണോ? ഇവിടെ ഏതാണ് അപ്രീസിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഏതാണ് ഡിപ്രീസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ആലോചിച്ച് നോക്കി. ഡോളറിന് 70 രൂപ എന്നുള്ളത്, അതായത് ഇന്നൊരു ഡോളർ കിട്ടണമെങ്കിൽ 70 രൂപ കൊടുക്കണം. ആണോ? ഇന്ന് ഒരു ഡോളർ കിട്ടണമെങ്കിൽ 70 രൂപ കൊടുക്കണം. ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ഡോളർ കിട്ടാൻ 72 രൂപ കൊടുക്കണം. ദാറ്റ് മീൻസ് ഹിയർ $1 equal to 70. After 1 month, $1 equal to 72. മനസ്സിലായോ? സോ ഇവിടെ ഏതിൻ്റെ വാല്യൂ കൂടി? ഡോളറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്രീസിയേഷൻ സംഭവിച്ചു. ആൻഡ് ഹിയർ രൂപയുടെ വാല്യൂ എന്ന് പറയുന്നത് കുറഞ്ഞു. സിറ്റുവേഷൻ മനസ്സിലായോ? ഓക്കെ, മനസ്സിലായല്ലോ? എങ്ങനെയാ? കമ്മോഡിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വാല്യൂ കൂടുകയോ കുറയുമോ എന്നൊക്കെ ചിന്തിക്കണേ, അല്ലാതെ പ്രൈസിനല്ല. ഒരു കോമൺ ഫാക്ടർ അങ്ങനെയല്ലേ? ഇന്ന് 50 രൂപ ഉണ്ടായിരുന്ന ഒരു കുപ്പി വെള്ളം നാളെ 55 രൂപയായി. സോ നിങ്ങളവിടെ ആ പ്രൈസിൻ്റെ വ്യത്യാസം പറയുന്നത് എപ്പോഴും കമ്മോഡിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ആണോ? ഇന്ന് 1200 രൂപ വിലയുള്ള ഒരു ജീൻസ് നാളെ 1300 രൂപയായി. സോ നോക്കി, അവിടെ ഇൻഫ്ലേഷൻ കാരണമാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാക്ടർ കാരണമാവാം. ഓക്കെ, പക്ഷേ അവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ വാല്യൂ കൂടുക കുറയുക എന്ന് പറയുന്നത് എപ്പോഴും ഏതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയാറ്? കമ്മോഡിറ്റീനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് പറയാറ്. അതിപ്പോൾ ഏത് കമ്മോഡിറ്റി വേണമെങ്കിലും ആയിക്കോട്ടെ. പെട്രോളിൻ്റെ വില കൂടി, പെട്രോളിൻ്റെ വില കുറഞ്ഞു എന്നാണ് പറയണേ. ആണോ? ദാറ്റ് മീൻസ് അവിടെ വാല്യൂ കൂടുന്നതും വാല്യൂ കുറയുന്നതും എപ്പോഴും ഏതിനെ മാത്രം ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറ്? കമ്മോഡിറ്റീനെ മാത്രം ആസ്പദമാക്കിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഏതിനകത്തോട്ടും കൊണ്ടുവരണേ? ഈ പറയുന്ന അപ്രീസിയേഷനും ഡിപ്രീസിയേഷനിലോട്ടും കൊണ്ടുവരണേ. മനസ്സിലാവണ്ടോ? ഒരു കാര്യം കൂടെ പറയാവേ. അതായത് സാധാരണ രീതിയിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഡോളർ ബൈ റുപ്പിയാണ് നമ്മൾ 70, 72 എഴുതിയത്. ഇനി ഇത് ഡയറക്റ്റാണ്, ഇതിനെ ഇൻഡയറക്റ്റോട്ട് ആക്കണം. ഇൻഡയറക്റ്റോട്ട് ആക്കുന്ന നേരത്ത് ഡോളർ ബൈ റുപ്പി എന്നുള്ളത് മാറി പകരം ഏത് കയറി വരും? അല്ലേ? റുപ്പി ബൈ ഡോളർ എന്നുള്ളത് മാറി പകരം ഡോളർ ബൈ റുപ്പി എന്ന് കയറി വരും. അവിടെ ആസ്കും ബിഡും ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യരുത്. എങ്ങനെയാ? ആസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ബൈ ബിഡും അല്ലേ, ബിഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1 ബൈ ആസ്ക് കൊടുക്കണേ. ഇവിടെ അങ്ങനെ ചെയ്യരുത്. ഇവിടെ 1/70യും 1/72 തന്നെയാണ്. കാരണം എന്താ? ഇത് ബാങ്ക് മെൻഷൻ ചെയ്യുന്ന വാല്യൂസ് ഒന്നുമല്ല. ഒരു കറൻസി അല്ലെങ്കിൽ രണ്ട് കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ്സ് തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് ഏതൊക്കെയാണോ കൂടിയത് അല്ലെങ്കിൽ ഏതൊക്കെയാണോ കുറഞ്ഞത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രം. പല ആൾക്കാരും ഇപ്പം നിങ്ങളുടെ അല്ല, ഒരു കുറച്ചും കൂടെ ഹയർ ലെവലിൽ എക്സാമിനൊക്കെ തെറ്റിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. ബിഡും ആസ്കും കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ഏതും കൂടെ ചെയ്യും. ഈ പറയുന്ന പോലെ സ്പോട്ടിൻ്റെയും ഫോർവേഡിൻ്റെയും കൂടെ ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ല.
മനസ്സിലായോ? സോ എന്താണ് അപ്രീസിയേഷൻ, എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് മനസ്സിലാക്കുക. സാധാരണ രീതിയിൽ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത് ഏതിന് വേണ്ടി മാത്രമായിരിക്കും? കമ്മോഡിറ്റിക്ക് വേണ്ടി മാത്രമായിരിക്കും. ഡോളറിന് വില കൂടി, ഡോളറിന് വില കുറഞ്ഞു എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. രൂപയുടെ മൂല്യം കുറഞ്ഞു, രൂപയുടെ മൂല്യം താന്നു എന്നാണ് പറയാറ്. രണ്ടും ഡിഫറൻ്റ് അല്ലേ? നിങ്ങൾ ആലോചിക്കേ, അതായത് ഡോളറിനെ മെൻഷൻ ചെയ്താണ് പറയുന്നതെങ്കിൽ ഡോളറിൻ്റെ രൂപ കൂടി, അല്ലെങ്കിൽ ഡോളറിൻ്റെ വാല്യൂ കൂടി, ഡോളറിൻ്റെ വാല്യൂ കുറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ഏതിൻ്റെ ആസ്പദമാക്കി പറയുമ്പോൾ, ഏതിനെ? രൂപയുടെ കാര്യം പറയുമ്പോൾ രൂപയുടെ മൂല്യം കുറഞ്ഞു, രൂപയുടെ മൂല്യം കൂടി എന്നുള്ള കേസാണ് പറയുന്നത്. കേട്ടോ? സോ ഇവിടെ ആദ്യം പറഞ്ഞ പോയിന്റിനെ കൂട്ടുപിടിച്ച് പറയുവാണെങ്കിൽ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ഏതിന് മാത്രമായിരിക്കും? കമ്മോഡിറ്റിക്ക് മാത്രമായിരിക്കും. ഇനി അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോണേ? കാൽക്കുലേഷൻ സാധാരണ രീതിയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണേ ആലോചിച്ച് നോക്കി. അതായത് ഫ്യൂച്ചറിൽ 72 രൂപയാണ്, അതായത് 70 രൂപ ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് 72 രൂപയായി എന്നാണ് പറയണേ. സോ നമുക്ക് എന്ത് ചെയ്യാം? 72 മൈനസ് 70 ഡിവൈഡ് ബൈ 70 ഇൻറ്റു 100 ചെയ്യുന്ന നേരത്ത് എത്ര പെർസെൻറ്റേജ് ആണ് അതിൻ്റെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടായെന്ന് ചെയ്യും. കോമൺ മാക്സ്. മനസ്സിലായല്ലോ? അതായത് ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാണെങ്കിൽ എഫ് മൈനസ് എസ് ഡിവൈഡ് ബൈ എസ് ഇൻറ്റു 100. ഇവിടെ നമ്മൾ ഏതിനെ കുറിച്ചാണ് പറയണേ? കമ്മോഡിറ്റിനെ കുറിച്ചാണ് പറയണേ. അതായത് റുപ്പി ബൈ ഡോളർ എന്ന് പറയുന്ന കമ്മോഡിറ്റിനെ കുറിച്ചാണ് പറയണേ. മനസ്സിലായോ? സോ ഓർത്തിരിക്കേണ്ടത് അപ്രീസിയേഷൻ എന്താണ്, ഡിപ്രീസിയേഷൻ എന്താണെന്ന് ഓർത്തിരിക്കുക. എന്താണ് ഇതിൻ്റെ ഡിഫറൻസിനെ നമ്മൾ സ്വാപ്പ് എന്നാണ് പറയണേ. സ്വാപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക. തേർഡ് പോയിന്റ്, അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും സംഭവിക്കുന്നത് ആർക്ക് മാത്രമായിരിക്കും? കമ്മോഡിറ്റിക്ക്. അല്ലെങ്കിൽ ബേസിക്കലി കമ്മോഡിറ്റിക്കാണ് നമ്മൾ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും കാൽക്കുലേറ്റ് ചെയ്യണേ. അതിനകത്ത് കമ്മോഡിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നതെങ്കിൽ നമുക്ക് ഏത് ഫോർമുല തന്നെ യൂസ് ചെയ്യാം? എഫ് ഡിവൈഡ് ബൈ എഫ് മൈനസ് എസ് ഡിവൈഡ് ബൈ എസ് ഇൻറ്റു 100 എന്നുള്ള രീതിക്ക് തന്നെ ചെയ്യാം. മനസ്സിലായോ? ഒരു മിനിറ്റ്. മനസ്സിലായോ? ഓക്കെ. ഇനി സാധാരണ രീതിയിൽ അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ കാണുന്നത് ആനുവലി ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് അറിയാം, ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് സാധാരണ രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് പേഴ്സൻറ്റേജ് തരുന്നത് എപ്പോഴും ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ആനുവലി ആയിരിക്കും. ഒരു വർഷം ഇത്ര ശതമാനം കൂടി, അല്ലെങ്കിൽ ഒരു വർഷം ഇത്ര ശതമാനം കുറഞ്ഞു എന്നുള്ള ആനുവലി ആയിരിക്കും തരണേ. സോ അല്ലെങ്കിൽ ഈ ഡാറ്റ തന്നിരിക്കുന്നത് ഒരു മാസത്തെയാണ്. അതിനെ ഏതിലോട്ടാക്കണം? ആനുവലി ആക്കണം. സോ എന്ത് ചെയ്യാം? എഫ് മൈനസ് എസ് ഡിവൈഡ് ബൈ എസ് ചെയ്യുമ്പോൾ ഒരു മാസത്തെ കിട്ടും ഇൻറ്റു 12 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 100. മനസ്സിലായോ? അതായത് ഇത് ഒരു മാസത്തെ ആയതുകൊണ്ട് ഇതിനെ ഏതിലോട്ട് കൊണ്ടുവന്നു? 12 മാസത്തിലോട്ട് കൊണ്ടുവന്നു. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം കൂടെ പറയുന്നതെങ്കിൽ, അതായത് റുപ്പി ബൈ ഡോളർ 72 നമ്മളിവിടെ ഡോളറിൻ്റെ അപ്രീസിയേഷനും ഓർ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചു. ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അപ്രീസിയേഷൻ ആയിരിക്കും, ചെയ്യുമ്പോൾ കിട്ടുന്ന നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഡിപ്രീസിയേഷൻ ആയിരിക്കും. സോ ഡോളർ ബൈ റുപ്പി ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് കിട്ടി? അപ്രീസിയേഷൻ ആണോ ഡിപ്രീസിയേഷൻ ആണോ, അല്ലെങ്കിൽ ഏതിൻ്റെ? ഡോളറിൻ്റെ കാര്യം ക്ലിയർ ആയി. ഇനി ഇതേപോലെ ഒരു കാര്യം തന്നിട്ട് നിങ്ങളോട് പറയുകയാണ് റുപ്പിയുടെ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും കാൽക്കുലേറ്റ് ചെയ്യുക. രൂപയ്ക്ക് എത്ര വ്യതിയാനം സംഭവിച്ചു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വിചാരിക്കുക. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചുമ്മാ ആലോചിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് നമ്മൾ പറഞ്ഞതനുസരിച്ച് അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും സംഭവിക്കുന്നത് കമ്മോഡിറ്റിക്ക് ആയതുകൊണ്ട് ഈ ഫോർമുലയിൽ എഴുതിയിരിക്കുന്ന റുപ്പി ബൈ ഡോളറിനെ വേണമെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് ഡോളർ ബൈ റുപ്പി ആക്കാം അല്ലേ? അതായത് ഈ പറയുന്ന ഡയറക്റ്റ് കോട്ടിനെ നമുക്ക് ഇൻഡയറക്റ്റ് കോട്ടാക്കാം. ഇൻഡയറക്റ്റ് കോട്ട് ആക്കുന്ന നേരത്ത് റുപ്പി എന്ന് പറയുന്ന സാധനം ഏതായി മാറും? കമ്മോഡിറ്റി ആയിട്ട് മാറും. റുപ്പി കമ്മോഡിറ്റി ആവുന്ന നേരത്ത് നമുക്ക് എന്ത് ഫോർമുല യൂസ് ചെയ്യാം? ഈ പറയുന്നത് പോലെ എഫ് മൈനസ് എസ് ഡിവൈഡ് ബൈ എസ് ഇൻറ്റു 100 തന്നെ യൂസ് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ ചെയ്യണമെന്നില്ല, വേറൊരു എളുപ്പ വഴിയും കൂടെ ഉണ്ട്. നമുക്കതും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ പറഞ്ഞു വന്ന കാര്യം, അപ്രീസിയേഷൻ ഓർ ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത് എപ്പോഴും കമ്മോഡിറ്റിക്കായിരിക്കും. സോ കമ്മോഡിറ്റി ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ റുപ്പി ബൈ ഡോളർ, ഇവിടെ ഡോളറിൻ്റെ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എഫ് മൈനസ് എസ് ഡിവൈഡ് ബൈ എസ് ഇൻറ്റു 100 നമുക്ക് ചെയ്യാം. ഇനി നേരെ തിരിച്ച് ഇവിടെ റുപ്പിയുടെ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ആദ്യത്തെ പോംവഴി എന്ന് പറയുന്നത് ഈ റുപ്പി ബൈ ഡോളറിനെ മാറ്റി നേരെ തിരിച്ച് ഇതിൻ്റെ ഇൻഡയറക്റ്റ് കണ്ടുപിടിച്ച് ഡോളർ ബൈ റുപ്പി ആക്കാം. അങ്ങനെ ആക്കുന്ന നേരത്ത് റുപ്പി എന്ന് പറയുന്ന സാധനം എന്തായി? കമ്മോഡിറ്റി ആയി. എന്നിട്ട് ആ വാല്യൂ വെച്ച് എഫ് മൈനസ് എസ് ഡിവൈഡ് ബൈ എസ് ഇൻറ്റു 100 ചെയ്യാം.
അതായത് 1/70 1/72 ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായോ? ഇനി അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതായത് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏതിനെ കൺവേർട്ട് ചെയ്താലും മതി, ഈ ഇക്വേഷനെ കൺവേർട്ട് ചെയ്താലും മതി. മനസ്സിലായോ? അതായത് S-F/F × 100 വരും. യുവർ ചോയ്സ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതായത് തന്നിരിക്കുന്ന ഡയറക്റ്റ് കോട്ടിനെ കൺവേർട്ട് ചെയ്ത് ഇൻഡയറക്റ്റ് കോട്ട് ആക്കാം, ഇൻഡയറക്റ്റ് കോട്ട് ആക്കിയിട്ട് ആ ഡയറക്റ്റ് കോട്ടിനകത്തുള്ള പ്രൈസിനെ കൺവേർട്ട് ചെയ്ത് ഇൻഡയറക്റ്റ് കോട്ടിലെ കമ്മോഡിറ്റി ആക്കാം, എന്നിട്ട് F-S/S × 100 എന്നുള്ള നോർമൽ കോമൺ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ കമ്മോഡിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ F-S/S × 100 ആണെന്നും അതിൻ്റെ പ്രൈസിന് വേണ്ടിയിട്ടാണെങ്കിൽ S-F × 100 ആണെന്നും ചെയ്യാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന കറൻസി എക്സ്ചേഞ്ചുമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെയായിരുന്നു. കറൻസി കോട്ട്സ് എന്താണ്, അമേരിക്കൻ കോട്ട് എന്താണ്, യൂറോപ്യൻ കോട്ട്സ് എന്താണ്, ഡയറക്റ്റ് എന്താണ്, ഇൻഡയറക്റ്റ് എന്താണ്, ബിഡ് എന്താണ്, ആസ്ക് എന്താണ്, സ്പ്രെഡ് എന്താണ്, അപ്രീസിയേഷൻ എന്താണ്, ഡിപ്രീസിയേഷൻ എന്താണ്, സ്വാപ്പ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കി. നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോബ്ലമായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ആ കോൺസെപ്റ്റുകളൊന്ന് ക്ലിയർ ആവാൻ കുറച്ച് ഇല്ലുസ്ട്രേഷൻസും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലംസ്. ഓക്കെ, അതായത് എല്ലാ ഏരിയ ആയിട്ട് കയറി വരുന്നത്, ഡയറക്റ്റ് കോട്ട് എന്താണ്, ഇൻഡയറക്റ്റ് കോട്ട് എന്താണ്, അതിൻ്റെ കൺവേർഷൻ എന്താണ്, അങ്ങനെ എല്ലാ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് കയറി വരുന്ന കുറച്ച് കുറച്ച് ഇല്ലുസ്ട്രേഷൻസും കൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഒരു പേനയും പേപ്പറും എടുത്ത് കൈയോടെ തന്നെ അതങ്ങ് എഴുതി പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. കേട്ടോ, നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ വായിച്ചേക്കാം. എ മുംബൈ ബാങ്കർ ഹാസ് ഗിവൺ ദ ഫോളോയിങ് കോട്ട്സ്. ഓക്കെ, മുംബൈ ബാങ്കർ ആണ് തന്നിരിക്കണേ. സോ തീർച്ചയായിട്ടും ഹോം കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യ ആയിരിക്കും. ഓക്കെ, ഐഡൻറ്റിഫൈ വെദർ ദേ ആർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. അതായത് താഴെ കുറച്ച് കറൻസി കോട്ട്സ് തന്നിട്ടുണ്ട്, അത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫോർ ഈച്ച് കോട്ട് ഗീവ് ദ കറസ്പോണ്ടിങ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് കോട്ട്. അതായത് തന്നിരിക്കുന്ന ഓരോ കോട്ടും ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് കോട്ട് എഴുതുക, ഇൻഡയറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്റ്റ് കോട്ട് എഴുതാം. ഫസ്റ്റ് വൺ ഒരു കോളം പോലെയാണ് അവർ തന്നിരിക്കുന്നത്, ഒരു ടേബിൾ വൈസ് ആണ് തന്നിരിക്കുന്നത്. കറൻസി തന്നിട്ടുണ്ട്, ആ കറൻസിയുമായിട്ട് ബന്ധപ്പെടുന്ന റേറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ദ തേർഡ് വൺ കോട്ട്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ കറൻസി SEK, സ്വീഡിഷ് കോർണർ എന്ന് പറയും. സ്വീഡിഷ് കോർണർ SEK, റേറ്റ് തന്നിരിക്കുന്നത് 5.7500. കോട്ട്സ് തന്നിരിക്കുന്നത് റുപ്പി പെർ SEK. സോ നോക്കി, നമ്മളോട് പറഞ്ഞ കാര്യം എന്താ, ഈ തന്നിരിക്കുന്ന കോട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഡയറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് കോട്ട് എഴുതണം, ഇൻഡയറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്റ്റ് കോട്ട് എഴുതണം. സോ നോക്കേണ്ടത്, ഇവിടെ ഹോം കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ്, ഇവിടെ കോട്ട്സ് തന്നിരിക്കുന്നത് റുപ്പി ബൈ SEK ആണ്. സോ തീർച്ചയായിട്ടും ഇത് എന്ത് കോട്ടായിരിക്കും, ഡയറക്റ്റ് കോട്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അത് ഡയറക്റ്റ് കോട്ടായിരിക്കും. എങ്ങനെയാ, ഹോം കറൻസി പ്രൈസ് ആണെങ്കിൽ, വാല്യൂ ആണെങ്കിൽ അതിനെ നമുക്ക് ഡയറക്റ്റ് കോട്ട് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതിന് ഇൻഡയറക്റ്റ് കോട്ട് എഴുതണം. ഇൻഡയറക്റ്റ് കോട്ട് എങ്ങനെ എഴുതാം, SEK ബൈ റുപ്പി എന്ന് എഴുതാം. ആണോ? റേറ്റ് തന്നിരിക്കുന്നത് എങ്ങനെയാണ്, അതായത് റുപ്പി ബൈ SEK 5.75 എന്നാണ് തന്നിരിക്കുന്നത്. സോ അതിനെ കൺവേർട്ട് ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് എഴുതാം, 1/5.75 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഡയറക്റ്റ് കോട്ടിനെ ഇൻഡയറക്റ്റ് കോട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണ് എഴുതുന്നത്. ദാറ്റ് മീൻസ് 1/5.75 എത്ര വരും, 0.1739 വരും. ചെയ്താൽ മനസ്സിലായോ? സോ ഹോം കൺട്രി ഇന്ത്യ ആണ്, കറൻസി SEK സ്വീഡിഷ് കോർണർ ആണ് കറൻസി തന്നിരിക്കുന്നത്, അതിൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്, കോട്ട്സ് തന്നിട്ടുണ്ട്. സോ ഈ കോട്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, അതാണ് ഫസ്റ്റ് പ്രോസസ്. കോട്ട്സ് ഡയറക്റ്റ് ആണ്, സോ അതിൻ്റെ ഏത് കാൽക്കുലേറ്റ് ചെയ്യണം, ഇൻഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടാമത്തെ,
യൂറോ ആണ് 0.0191. തന്നിരിക്കുന്നത് യൂറോ പെർ റുപ്പിയാണ്. സോ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഹോം കറൻസി റുപ്പിയാണ്, ഇന്ത്യ ആയതുകൊണ്ട് ഹോം കറൻസി റുപ്പിയാണ്. അതിവിടെ ഏതായിട്ടാണ് തന്നിരിക്കുന്നത്? കമ്മോഡിറ്റി ആയിട്ടാണ് തന്നിരിക്കുന്നത്, ആണോ? അതങ്ങനെ കമ്മോഡിറ്റി ആയിട്ട് തന്നതുകൊണ്ട് ഈ കോട്ടിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഇൻഡയറക്റ്റ് കോട്ടായിട്ട് എഴുതാം. ഇത് ഇൻഡയറക്റ്റ് കോട്ടാണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡയറക്റ്റ് കോട്ട് ഏതായിരിക്കും? റുപ്പി ബൈ യൂറോ ആയിരിക്കും. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കറൻസി എന്ന് പറയുന്നത് റുപ്പി ബൈ യൂറോ ആയിരിക്കും, ആണോ? സോ അതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 1/0.0191. ചെയ്ത് മനസ്സിലായോ? സോ എത്ര വരും? $52.356. ഓക്കെ. സോ ഒരിക്കൽ കൂടെ കറൻസി യൂറോ ആണ്, റേറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. കോട്ട്സ് തന്നത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത് കോട്ടാ? ഇൻഡയറക്റ്റ് കോട്ടാണ്. സോ ഇൻഡയറക്റ്റ് കോട്ടാണെന്ന് എഴുതി, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്റ്റ് കോട്ട്സ് നമ്മൾ എഴുതി. നമ്പർ 3, Singapore dollars 0.0388. SGD by rupee എന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് സിംഗപ്പൂർ ഡോളേഴ്സ് ബൈ റുപ്പി എന്നാണ് തന്നിരിക്കുന്നത്. സോ എന്ത് കോട്ടായിരിക്കും? ഡയറക്റ്റ് ആയിരിക്കും, ഇൻഡയറക്റ്റ് ആയിരിക്കും? ഇവിടെ റുപ്പി എന്ന് പറയുന്ന ഹോം കറൻസി കമ്മോഡിറ്റി ആയതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും എന്ത് കോട്ടായിരിക്കും? ഇൻഡയറക്റ്റ് കോട്ടായിരിക്കും, അല്ലേ? സോ ഇത് ഇൻഡയറക്റ്റ് കോട്ടാണെങ്കിൽ ഇതിൻ്റെ ഡയറക്റ്റ് കോട്ട് എങ്ങനെ വരും? റുപ്പി ബൈ SGD വരും. അതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 1/0.0388 എന്ന് വരും, ആണോ? സോ 1/0.0388 25.77 എന്ന് വരും. ചെയ്ത മനസ്സിലായോ? ഒരെണ്ണം കൂടെ, ദ ലാസ്റ്റ് വൺ, AED. റേറ്റ് തന്നിരിക്കുന്നത് 12.15 ആണ്. ഓക്കെ. തന്നിരിക്കുന്നത് റുപ്പി ബൈ AED എന്നാണ്. സോ ഈ തന്നിരിക്കുന്ന അനുസരിച്ച് പറയാം റുപ്പി ബൈ AED. ദാറ്റ് മീൻസ് ഇത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? ഡയറക്റ്റാ, അല്ലേ? കാരണം ഹോം കറൻസി എന്ന് പറയുന്നത് എന്താണ്? പ്രൈസാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇതിനെ ഡയറക്റ്റ് എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? അതായത് ഇതിൻ്റെ നേരെ തിരിച്ച് AED ബൈ റുപ്പി എന്ന് വരും. സോ എത്രയാ? 1/12.0.0823. ചെയ്താൽ മനസ്സിലായോ? ചുമ്മാ ഓരോ കോഡ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. മനസ്സിലായോ? ചുമ്മാ നിങ്ങൾ കൈയോടെ തന്നെ ഒരു ബുക്ക് എന്തെങ്കിലും എടുത്ത് ഇതൊന്ന് ആൻസർ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ. ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് നോക്കാം. ഇതൊന്ന് എഴുതിയെടുക്കണേ. എഴുതിയെടുത്തതൊന്ന് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. The rate quoted by Chennai banker is ₹70.72 per pound. അതായത് നമുക്ക് ചെന്നൈ ബാങ്കർ തന്നിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് റുപ്പി ബൈ പൗണ്ട് ആണ്, 70.72. ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? കമ്പ്യൂട്ട് റിലവൻറ്റ് പൗണ്ട് പെർ റുപ്പി റേറ്റ്. അതായത് ഇതിൽ നിന്ന് നമുക്ക് ഏതിലോട്ട് എത്തണം? പൗണ്ട് ബൈ റുപ്പിയിലോട്ട് എത്തണം. എളുപ്പമല്ലേ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കി. എങ്ങനെയാണ് ഡയറക്റ്റ് കോട്ടിൽ നിന്ന് ഇൻഡയറക്റ്റ് കോട്ടിലോട്ട് കൺവേർട്ട് ചെയ്തത്? നോർമൽ ആണെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. 1 ഡിവൈഡ് ബൈ ഡയറക്റ്റ് കോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തിലോട്ട് എത്തിയത്? ഇൻഡയറക്റ്റ് കോട്ടിലോട്ട് എത്തിയത്. പക്ഷേ
പക്ഷേ ബാങ്കിൻ്റെ കേസിനകത്ത് ബിഡും ആസ്കും തരുന്ന ഒരു പോയിന്റിൽ നമുക്ക് 1 ബിഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏതിലോട്ട് എത്താൻ പറ്റുള്ളൂ, ആസ്കിലോട്ട് എത്താൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ മുമ്പ് അങ്ങനെ ഡിസ്കസ് ചെയ്താൽ ദാറ്റ് മീൻസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റോട്ട് കൺവേർട്ട് ചെയ്യുന്ന നേരത്ത് ബിഡിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1/ask ആയിട്ടും ആസ്കിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1/bid ആയിട്ടും എടുക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞ കോമൺ റൂൾ ആണോ, ഇതാണ് നമ്മൾ പറഞ്ഞ കോമൺ റൂൾ. സോ ഇതേ റൂള് തന്നെയാണ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യാൻ പോണേ, ഇവിടെയും അപ്ലൈ ചെയ്യാൻ പോണേ. കാരണം ഈ തന്നിരിക്കുന്നത് ഡയറക്റ്റ് കോട്ട ചെന്നൈ ബാങ്കർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചെന്നൈ ബാങ്കർ. സോ ചെന്നൈ ബാങ്കർ ആകുമ്പോൾ ഹോം കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യ ആവും അല്ലേ, ഹോം കറൻസി എന്ന് പറയുന്നത് റുപ്പി ആവും. ആ ഹോം കറൻസി ആയിട്ടുള്ള റുപ്പി ഇവിടെ പ്രൈസ് ആണ്, ഹോം കറൻസി ആയിട്ടുള്ള റുപ്പി ഇവിടെ പ്രൈസ് ആണ്. ഓക്കെ, സോ ഇത് ഡയറക്റ്റ് കോട്ടാണ്. ഈ ഡയറക്റ്റ് കോട്ടിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഏതിലോട്ട് എത്തിക്കാൻ പോവാ, ഇൻഡയറക്റ്റിലോട്ട് എത്തിക്കാൻ പോവാ. ഇൻഡയറക്റ്റിലോട്ട് എത്തിക്കുമ്പോൾ നോക്കി, ദാറ്റ് മീൻസ് $/rupee ബിഡ് എന്ന് പറയുന്നത് എന്ത് വരും, 1/ask വരും അല്ലേ. ഏതിൻ്റെയാ, $/dollar എന്ന് പറയുന്ന കാട്ടിൻ്റെ 1/ask വരും. സോ എത്രയാ ഇവിടെ ആസ്ക് റേറ്റ് എത്രയാ, 72 ആ. സോ 1/72 വരും. ഇനി £/rupee ask എന്ന് പറയുന്നത് എത്ര വരും, 1/bid വരും. ദാറ്റ് മീൻസ് 1/70 വരും. $0.01388. 1/70 equal to 0.01428. സോ കൺവേർട്ട് ചെയ്ത് കോട്ട്സ് എഴുതുന്ന നേരത്ത് നമുക്ക് എന്ത് എഴുതാം, £/rupee equal to 0.1388 and 0.1428 എന്ന് എഴുതാം. എത്ര വരും, 0.0004057. ഈ എമൗണ്ടിനെ നമുക്ക് ഇതിനെ എന്തായിട്ടും ട്രീറ്റ് ചെയ്യാം, സ്പ്രെഡ് ആയിട്ടും ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? സോ നോക്കി ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി, നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് കോട്ടാണ്. നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് കോട്ടാണ്. ആ ഡയറക്റ്റ് കോട്ടിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോണേ. ഡയറക്റ്റ് കോട്ടിനെ കൺവേർട്ട് ചെയ്ത് ഇൻഡയറക്റ്റ് കോട്ടിലോട്ട് ആക്കുന്ന നേരത്ത്, ഡയറക്റ്റ് കോട്ടിനെ കൺവേർട്ട് ചെയ്ത് ഇൻഡയറക്റ്റ് കോട്ട് ആക്കുന്ന നേരത്ത് അല്ലെങ്കിൽ ബിഡ് എടുക്കുമ്പോൾ 1/ask എടുക്കണം. ആസ്ക് എടുക്കുന്ന നേരത്ത് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, 1/bid എടുക്കേണ്ടി വരും. ചെയ്ത് നോക്കാവോ? എന്നിട്ട് നമുക്ക് അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്തത് നമ്മൾ കൺവേർഷനെ കുറിച്ച് പറഞ്ഞു, ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു, A/B ആണ് വേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, A/C ഇൻറ്റു C/B ആക്കാം അല്ലേ. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇതിനെയാണ് നമ്മൾ 2-way കോഡ്സ് എന്ന് പറഞ്ഞത്. ഇനി 3-way കോഡ്സ് നമ്മൾ ചെയ്തായിരുന്നു. എങ്ങനെയാ, A/B ഈക്വൽ ടു A/C ഇൻറ്റു C/D ഇൻറ്റു D/B. ദാറ്റ് മീൻസ് സിയും കൂടെ ഡിയും കൂടെ ക്യാൻസൽ ആയി പോകും, ഇവിടെ പോയതുപോലെ തന്നെ. ഓർമ്മയില്ലേ നമ്മൾ പറഞ്ഞത്? അതായത് ഇവിടെ എയും ബിയും യൂസ് ചെയ്യുന്നത് നമ്മൾ കറൻസി എടുത്ത് യൂസ് ചെയ്തു എന്ന് മാത്രം. സോ അടുത്ത പ്രോബ്ലം, 1 quote of currency is SGD by rupee. SGD by rupee 0.045. The another quote, euro by rupee equal to 0.02. അതായത് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും എന്ത് കോട്ടാ, ഇൻഡയറക്റ്റ് കോട്ടാ ആണോ? ഇന്ത്യയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ടും ഇൻഡയറക്റ്റ് കോട്ടാ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ, നമുക്ക് ഏത് കോട്ട് കണ്ടുപിടിക്കണം,
SGD by യൂറോയും യൂറോ ബൈ SGD കണ്ടുപിടിക്കണം. മനസ്സിലായോ? അതായത് ഇങ്ങനെ രണ്ട് കോഡ്സ് തന്നിട്ട് ഇതിനകത്തുള്ള കോമൺ ഫാക്ടർ റുപ്പിയാണ്. സോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ റുപ്പിയുടെ സഹായത്തോടു കൂടി ഇത് രണ്ടും കണ്ടുപിടിക്കണം. സോ നോക്കിയേ, ഇത് എഴുതുന്ന നേരത്ത് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് എഴുതുന്ന നേരത്ത് ഏതാ SGD ബൈ യൂറോ എഴുതുന്ന നേരത്ത് നമുക്ക് എങ്ങനെ എഴുതാം? റുപ്പി കോമൺ ഫാക്ടർ ആയതുകൊണ്ട് SGD ബൈ റുപ്പി ഇൻറ്റു റുപ്പി ബൈ യൂറോ എന്ന് എഴുതാം. എഴുതിക്കൂടെ? നമ്മൾ നേരത്തെ പഠിച്ച ആ ഇക്വേഷൻ അനുസരിച്ച് റുപ്പിയും കൂടെ ക്യാൻസൽ ആവും. ഇങ്ങനെ എഴുതുന്ന നേരത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ആലോചിച്ച് നോക്കി. എന്താ? SGD ബൈ റുപ്പി 0.045 ആണെന്ന് നമുക്കറിയാം, ആണോ? പക്ഷേ നമുക്ക് വേണ്ടത് റുപ്പി ബൈ യൂറോയാണ്. ഇവിടെ തന്നിരിക്കുന്ന എന്താ? യൂറോ ബൈ റുപ്പിയാണ് അല്ലേ? ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് യൂറോ ബൈ റുപ്പിയാണ്. ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഏതാക്കണം? റുപ്പി ബൈ യൂറോ ആക്കണം. അതായത് തന്നിരിക്കുന്ന യൂറോ ബൈ റുപ്പിനെ കൺവേർട്ട് ചെയ്ത് റുപ്പി ബൈ യൂറോ ആക്കണം. വാല്യൂ എത്ര വരും? 1 ഡിവൈഡ് ബൈ 0.02 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 വരും. സോ ഇനി നോക്കി, SGD ബൈ റുപ്പി 0.045 നമുക്ക് പ്രോബ്ലത്തിൽ തന്നത് അതേപോലെ തന്നെ കിടപ്പുണ്ട്, ഇൻറ്റു റുപ്പി ബൈ യൂറോ. അതായത് ഇവിടെ യൂറോ ബൈ റുപ്പിയാണ്, അതിനെ കൺവേർട്ട് ചെയ്ത് റുപ്പി ബൈ യൂറോ ആക്കാം. ദാറ്റ് മീൻസ് 50. സോ എത്ര വരും? 50 ഇൻറ്റു 0.045 2.25. ചെയ്താൽ മനസ്സിലായോ? ഏതാ? SGD ബൈ യൂറോ എന്ന് പറയുന്നത് എത്ര വരും? 2.25 വരും. ചെയ്താൽ മനസ്സിലായല്ലോ? ഇതേപോലെ തന്നെ അടുത്തത് നോക്കാം. രണ്ട് കോഡ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാ? യൂറോ ബൈ SGD ആണ്. യൂറോ ബൈ SGD. സോ നോക്കി, ഇവിടെ കോമൺ കറൻസി റുപ്പിയാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? യൂറോ ബൈ റുപ്പി ഇൻറ്റു റുപ്പി ബൈ SGD എന്ന് എഴുതാം. മനസ്സിലായോ? ഇനി നോക്കി, പ്രോബ്ലത്തിനകത്ത് യൂറോ ബൈ റുപ്പി എത്രയാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, 0.02 ആണോ? പക്ഷേ പ്രോബ്ലത്തിനകത്ത് തന്നിരിക്കുന്നത് SGD SGD ബൈ യൂറോ, സോറി SGD ബൈ റുപ്പിയാണ് 0.045. SGD ബൈ റുപ്പി 0.045 ഇതാണ് തന്നിരിക്കുന്നത്. സോ ഇതിനെ കൺവേർട്ട് ചെയ്ത് ഏതിലോട്ട് കൊണ്ടുവരണം? റുപ്പി ബൈ SGDയിലോട്ട് കൊണ്ടുവരണം. ഇതിനെ കൺവേർട്ട് ചെയ്ത് റുപ്പി ബൈ SGDയിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇതിന്റെ വാല്യൂ എത്രയായി? 1 ഡിവൈഡ് ബൈ 0.045 ആയി. ദാറ്റ് മീൻസ് 1 ഡിവൈഡ് ബൈ 0.045 എത്ര വരും? 22.22 വരും. ചെയ്താൽ മനസ്സിലായോ? സോ ഇനി ഇതിലോട്ട് വന്നേ. ഓക്കെ, നോക്കി, യൂറോ ബൈ റുപ്പി എത്രയാ? യൂറോ ബൈ റുപ്പി 0.02 ആണെന്ന് നമുക്കറിയാം, ഇൻറ്റു റുപ്പി ബൈ SGD ബൈ റുപ്പിയാണ് തന്നിരിക്കണേ. ഇവിടെ നമ്മൾ റുപ്പി ബൈ SGD കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര വരും? 22.22 വരും. സോ $0.444 ചെയ്തോ? മനസ്സിലായോ? ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ കൺവേർഷൻ എന്ന് പറയുന്ന കേസ് മാത്രമാണ് നമ്മൾ ചെയ്തേ. ആ കൺവേർഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പോലെ ചിലതിനകത്ത് ഡയറക്റ്റ് ആയിരിക്കും, അതിനെ മാറ്റിയിട്ട് ഇൻഡയറക്റ്റിലോട്ട് ആക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലത് ഇൻഡയറക്റ്റ് ആയിരിക്കും, അതിനെ മാറ്റിയിട്ട് ഏതിലോട്ട് ആക്കേണ്ടി വരും? ഡയറക്റ്റിലോട്ട് ആക്കേണ്ടി വരും. ചെയ്തോ? മനസ്സിലായോ? നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അതായത് ഡയറക്റ്റിനെ ഇൻഡയറക്റ്റിലോട്ട് ആക്കണം, ഏതും കൂടെ കയറി വരും, ബിഡും ആസ്കും കൂടെ കയറി വരും. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇത്രയാണ്. ഫ്രം ദ ഫോളോയിങ് കോഡ്സ്
കോഡ്സ് തന്നിരിക്കുന്നത് $/DM 0.3302 0.3310. ഓക്കെ, ഇത് ബിഡാണേ, മറ്റേ സ്പോട്ടും ഫോർവേഡും അല്ല, ഇത് ബിഡും ആസ്കുമാണ്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് എന്താ? $/FF ഫ്രഞ്ച് ഫ്രാങ്ക്സ് 0.1180 0.1190. മനസ്സിലായി? നേരത്തെ ഒരു, അതായത് നേരത്തെ ക്രോസ് കോട്ടിനകത്ത് ഒരു കാര്യം മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ക്രോസ് കോട്ടാണ്, അവിടെ ഏതെന്നും കൂടെ തന്നിട്ടുണ്ട്, ബിഡും ആസ്കും കൂടെ തന്നിട്ടുണ്ട്. സോ നമ്മളോട് ഈ രണ്ട് കോഡ്സ് തന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്നാണെന്നറിയാമോ? DM/FF. മനസ്സിലായി? DM/FF ആണ് തന്നിരിക്കണേ. അതിൻ്റെ ഏത് കണ്ടുപിടിക്കണം? ബിഡും കണ്ടുപിടിക്കണം, ആസ്കും കണ്ടുപിടിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് ഈ തന്നിരിക്കുന്ന കോഡ്സിൽ നിന്ന് ബിഡും ആസ്കും കണ്ടുപിടിക്കണം. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം ബിഡ് ചെയ്യാം. DM/FF ബിഡ് എന്ന് പറയുമ്പോൾ ഇവിടെ കോമൺ ആയിട്ട് കയറി വരുന്നത് ഏതാ? ഇവിടുത്തെ ഒരു കോമൺ ഫാക്ടർ ഏതാ? ഡോളറാണ്. സോ സാധാരണ രീതിയിൽ വരുന്നത് എങ്ങനെയായിരിക്കും? DM/$ ബിഡ് ഇൻറ്റു $/FF ബിഡ് അല്ലേ? എന്നാലേ ശരിയാവുള്ളൂ. ആലോചിച്ച് നോക്കി, ഇങ്ങനെ എഴുതിയാലേ അത് ശരിയാവുള്ളൂ. സോ ഇവിടെ DM/$ ബിഡ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. കാരണം എന്താ? ഇവിടെ തന്നിരിക്കുന്ന $/DM ആണോ? അതായത് ഈ $/DM കൺവേർട്ട് ചെയ്ത് DM/$ ആക്കണം. അങ്ങനെ ആക്കുന്ന നേരത്ത് ബിഡിനെ വാല്യൂ കിട്ടണമെങ്കിൽ 1/ask എടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അങ്ങനെ ഒരു റൂള് പഠിച്ച ഓർമ്മയില്ലേ? ഡയറക്റ്റിനെ ഇൻഡയറക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ബിഡ് എന്ന് പറയുന്നത് 1/askഉം ആസ്ക് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? 1/bidഉം ആയിരിക്കും. മനസ്സിലായോ? ബിഡ് എന്ന് പറയുന്നത് 1/askഉം ആസ്ക് എന്ന് പറയുന്നത് 1/bidഉം ആയിരിക്കും. സോ ഇവിടെ നോക്കി, ഇവിടെ ഡയറക്റ്റ് ആണ്, അതിന് ഇൻഡയറക്റ്റിലോട്ട് ആക്കുന്ന നേരത്ത് DM/$ ആവും. DM/$ ആകുമ്പോൾ DM/$ ബിഡ് എന്ന് പറയുമ്പോൾ 1/ask ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് 1/0.3310 എത്ര വരും? ഈക്വൽ ടു 3.0211. ചെയ്താൽ മനസ്സിലായോ? സോ നോക്കി, ഇപ്പം നമുക്ക് കിട്ടി DM/$ ബിഡ്. DM/$ ബിഡ് എത്ര വരും? 3.0211 വരും. ഇൻറ്റു $/FF ബിഡ്. അത് പ്രോബ്ലത്തിനകത്ത് തന്നിട്ടുണ്ട്. $/FF ബിഡ്. $/FF ബിഡ് എത്രയാ? 0.1180. ദാറ്റ് മീൻസ് 3.0211 ഇൻറ്റു 0.1180 എത്ര വരും? 0.3564 വരും. മനസ്സിലായോ? ഇതേപോലെ തന്നെ നമ്മൾ ഏതും കണ്ടുപിടിക്കേണ്ടി വരും? ആസ്കും കണ്ടുപിടിക്കേണ്ടി വരും. അതായത് DM/FF ask equal to DM/$ ask into $/FF ask. സോ നോക്കി, ക്വസ്റ്റ്യൻ നോക്കി, ക്വസ്റ്റ്യനകത്ത് $/FF ask എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എത്രയാ? 0.1190. പക്ഷേ നേരത്തെ ചെയ്ത പോലെ തന്നെ DM/$ ആണ് നമുക്ക് വേണ്ടത് അല്ലേ? DM/$ ആസ്ക് ആണ് വേണ്ടത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ദേ ഇവിടെ നോക്കി, $/DM ആണ് തന്നിരിക്കുന്നത്. സോ $/DM തരുന്ന നേരത്ത് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന നേരത്ത് ആസ്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് വെച്ച് കൺവേർട്ട് ചെയ്യണം? 1/bid എടുക്കണം. ദാറ്റ് മീൻസ് ഇവിടെ ആസ്ക് കിട്ടാൻ നമുക്ക് 1/0.3302 എടുക്കണം. മനസ്സിലായോ? നോക്കി, ഇവിടെ ബിഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 0.3310 ആസ്ക് ആണ് എടുത്തത്. അതേപോലെ തന്നെ ഇവിടെ ആസ്ക് കിട്ടാൻ വേണ്ടിയിട്ട് 1/bid എടുക്കണം. സോ എത്ര വരും? 1/0.3302 എത്രയാ? 3.0284 വരും. ചെയ്താൽ മനസ്സിലായോ? സോ ഈക്വൽ ടു 3.0284 into
0.1190 എത്ര വരും? 0.3603 വരും. സോ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്ന എഴുതുന്ന നേരത്ത് DM/FF ഈക്വൽ ടു 0.3603 വരും അല്ലേ? 0.3603 0.3564 മൈനസ് ചെയ്യുമ്പോൾ എത്രയാ? 398 ഇതിൻ്റെ സ്പ്രെഡായിട്ട് വരും. സോ ചെയ്ത കാര്യം മനസ്സിലായല്ലോ. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന പോലെ രണ്ട് കോഡ്സിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് സിംഗിൾ ആക്കി എഴുതിയാൽ മതി. ചെയ്ത കാര്യം മനസ്സിലായോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അതായത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കേസ് ഇത്ര മാത്രമേ ഉള്ളൂ. ബിഡിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1/ആസ്ക് എടുക്കണം, ആസ്കിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1/ബിഡ് എടുക്കണം കേട്ടോ. ചുമ്മാ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് നിങ്ങളുടെ സിലബസിലുള്ള ഒരു ടോപ്പിക് അല്ല. പക്ഷേ ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സാധനം കയറി വരുമ്പോൾ ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് കറൻസി എക്സ്ചേഞ്ചും കോഡ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് മാത്രമാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഭയങ്കര ഹയർ സ്റ്റഡീസിന് CAക്കും CMAക്കൊക്കെ പോലുള്ള ഹയർ സ്റ്റഡീസിൻ്റെ ഫൈനലിൽ കയറി വരുന്നൊരു ടോപ്പിക്ക് ഈ സിലബസിലോട്ട് കൊണ്ടുവന്ന് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ നോക്കി. മനസ്സിലായോ? സോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കോഡ്സ് എന്താണ്, കറൻസി എക്സ്ചേഞ്ച് എന്താണ്, എങ്ങനെയാണ് അമേരിക്കൻ കോഡ് വരണേ, എങ്ങനെയാണ് യൂറോപ്യൻ കോഡ്സ് വരണേ, എങ്ങനെയാണ് അതിൻ്റെ കൺവേർഷൻ, ഡയറക്റ്റ് എന്താണ്, ഇൻഡയറക്റ്റ് കോഡ് എന്താണ്, ബിഡ് എന്താണ്, ആസ്ക് എന്താണ്, സ്പ്രെഡ് എന്താണ്, ഫോർവേഡ് എന്താണ്, ഫ്യൂച്ചർ അല്ലെങ്കിൽ സ്പോട്ട് റേറ്റ് എന്താണ്, അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് വരുന്ന സ്വാപ്പ് എന്താണ്, എന്നിട്ട് നമ്മൾ കുറച്ച് ഇല്ലുസ്ട്രേഷൻസും കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്ത് നോക്കി. ഓക്കെ, നിങ്ങളതെല്ലാം ഒന്ന് ചെയ്ത് എന്താ പറയുക ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു പോയിന്റുമായിട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫിനാൻസിനകത്ത് കയറി വരുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ട്സിനകത്ത് കയറി വരുന്ന വേറൊരു ടോപ്പിക്കുമായിട്ട് പരിചയപ്പെടാം. ഓക്കെ.